ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. ഇത് ഒരു ചെറിയ വീഡിയോ ആണ്. ഇതിനകത്ത് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൻ്റെ വിശ്വാസ്യതയെയും ദൈവ നിശ്വസ്തതയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒക്കെ സാധാരണയായി വരുമ്പോൾ ഞാൻ അതിന് മറുപടി പറയാറുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരാൾ ചോദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനൊക്കെ മറുപടി പറയാൻ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തെ ഇതിനൊക്കെ മറുപടി പറയാൻ ചുമതലപ്പെടുത്തിയതെന്ന് അറിയിക്കുന്ന അവജ്ഞയോടെ ആ ചോദ്യം ഞാനങ്ങ് തള്ളിക്കളയുന്നു. കാരണം ഇത് സോഷ്യൽ ഫോറം അല്ലേ. നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ഒരാൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരം പൊതു നന്മയ്ക്ക് വേണ്ടി പറയുക എന്നുള്ളത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകളുടെ ഒരു ഭാഗമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. കേൾക്കാൻ മനസ്സിലാത്തവർ കേൾക്കാതിരിക്കുക, അത്രമാത്രമേ എനിക്ക് അതേക്കുറിച്ച് ചെയ്യാനൊക്കുള്ളൂ. അപ്പൊ ഈ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ഒരു വ്യക്തി ഒരു യുക്തിവാദി ചോദിച്ചതുപോലെ ഒരു ചോദ്യം, അദ്ദേഹം യുക്തിവാദിയാണോ എന്നെനിക്കറിയാൻ വയ്യ. അദ്ദേഹം ചോദിച്ചത്, ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പ്രത്യുൽപാദന ശേഷിയോടുകൂടിയ പ്രായമോ അല്ലെങ്കിൽ ശേഷിയോ ഉള്ള ഒരു യുവാവായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവം ഒരു മനുഷ്യനെ ആദ്യമായി സൃഷ്ടിക്കുമ്പോൾ ഒരു തനി യൗവനക്കാരനായ വ്യക്തിയായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ ബൈബിളിൽ ആദാമിന്റെ വംശാവലിയും അതേപോലെ വംശാവലി രേഖയും പറയുമ്പോൾ ആദാം 930 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 930 വയസ്സിൽ ആദാം മരിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹം ചോദിക്കുന്നത്, സാധാരണയായി നമ്മൾ ഏജ് കണക്കാക്കുന്നത് ഭൂമിയിൽ ജനിക്കുന്നത് മുതലാണ്. ഒരാൾ 2025 ഡിസംബർ മാസം 31 ജനിച്ചാൽ 2026 ഡിസംബർ 31 ആകുമ്പോൾ നമ്മുടെ ഏഷ്യൻ ഏജ് കാൽക്കുലേഷൻ അനുസരിച്ച് ആ കുഞ്ഞിന് 1 വയസ്സ് പ്രായമാകും. അമേരിക്കൻ സിസ്റ്റം അനുസരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശു ഉരുവായി എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന സമയം മുതൽ ജനിച്ചു വീഴുമ്പോഴത്തേക്ക് 1 വയസ്സ് പ്രായം എന്നിങ്ങനെ കണക്കാക്കും. നമ്മൾ അമേരിക്കയിലല്ലല്ലോ, ഇന്ത്യയിലല്ലേ. അതുകൊണ്ട് നമ്മുടെ സ്ഥിതി അനുസരിച്ച് ജനിച്ചത് മുതൽ അടുത്ത 360 ദിവസം കഴിയുമ്പോൾ 1 വയസ്സ് പ്രായം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാന്യ സ്നേഹിതൻ ചോദിച്ചേക്കുന്നത്, ആദാമിന് 930 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു പൂർണ്ണരൂപിയായ ഒരു യുവാവായിട്ടായിരിക്കണം സൃഷ്ടിച്ചത്. കാരണം സൃഷ്ടിച്ച ഉടൻ തന്നെ അവന് ഭാര്യയും കൊണ്ട് കൊടുത്തല്ലോ. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ 930 വർഷം എന്നുള്ളത് ആദാമിന്റെ ആയുസ് ഫിക്സ് ചെയ്യുന്നത്? അതിനുള്ള മാനദണ്ഡം എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. തികച്ചും യുക്തി സഹജമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം വാസ്തവത്തിൽ പറയുക എന്നുള്ളത് വിഷമം പിടിച്ച ഒരു ഇതിവൃത്തവുമാണ്. എങ്കിലും ഞാൻ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദാം ആദ്യത്തെ മനുഷ്യനായിരുന്നല്ലോ, ഹവ്വ ആദ്യത്തെ സ്ത്രീ. അവരെ ദൈവം സൃഷ്ടിക്കുമ്പോൾ പൂർണ്ണ രൂപണികളായി രൂപത്തിലൂടെ പ്രത്യുൽപാദന ശേഷി ഉള്ള ഒരു പ്രായത്തിന്റെ തികവിലാണ് സൃഷ്ടിച്ചത്. അതിന് സാമാന്യ ബുദ്ധിയിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഉത്തരം, ആദാമിനെ സൃഷ്ടിച്ചതു മുതൽ ആദാമിന്റെ മരണം വരെയുള്ള കാലഘട്ടത്തെയാണ് മോശ ദൈവാത്മപ്രേരിതനായി ലഭിച്ചിരിക്കുന്ന ദൈവ നിശ്വസ്ത പ്രകാരം 930 വർഷം എന്നെഴുതിയിരിക്കുന്നത്. എന്നാൽ ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിന് സുമാർ എത്ര വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ ബൈബിളിൽ ഒരു വാക്യവുമില്ല. ആകെയുള്ളത്, ദൈവം ആദാമിനെ സൃഷ്ടിച്ചു, പിന്നെ അവന്റെ ഭാര്യയിൽ ഒന്നിനെ എടുത്ത് ഒരു സ്ത്രീയാക്കി ആദാമിന് ഭാര്യയായി കൊടുത്തു. അവരൊന്നിച്ച് ജീവിച്ച് അവർക്ക് കായിൻ, ഹാബേൽ എന്നിങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായി. അതിനുശേഷം ശേത്ത് ജനിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് കുഞ്ഞുങ്ങൾ ധാരാളം ജനിക്കുന്നു. അപ്പോൾ ഇതിന് മാനവരാശിയുടെ ആദ്യത്തെ പുരുഷ കേസരി എന്ന നിലയിൽ ആദാം ഒരു ശിശുവായി സൃഷ്ടിക്കപ്പെട്ടിട്ട്
വളർച്ച പ്രാപിച്ച് പിന്നെ ഹവ്വായെ സൃഷ്ടിച്ച് അവന് ഭാര്യയെ കൊടുക്കുകയായിരുന്നില്ല. സൃഷ്ടിച്ച നാളിൽ തന്നെ വൈവാഹിക പ്രായവും വൈവാഹിക ബന്ധത്തിനും ഉതകുന്ന നിലയിലുള്ള ഒരു രൂപത്തിലാണ് ദൈവം ആദാമിനെയും ഹവ്വായും സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ അന്ന് മുതൽ മുമ്പോട്ട് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളെ കണക്കാക്കിയാണ് 930 സംവത്സരം എന്നിരിക്കുന്നത്. ഇനി 930 സംവത്സരം എന്ന് എങ്ങനെ കണക്കൂട്ടം ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദന്മാർ ഉണ്ടാക്കിയ ഈ കലണ്ടർ പ്രകാരം സൃഷ്ടി നടക്കുന്നത് ഏതാണ്ട് BC 4004 അടുത്താണെന്നാണ് അങ്കർ മുതലായ വേദ പണ്ഡിതന്മാരുടെ കാൽക്കുലേഷനിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ BC 4004 ആദാമിനെ സൃഷ്ടിച്ചെങ്കിൽ 4004 മുതൽ 930 വരെയുള്ള കാലഘട്ടങ്ങൾ എണ്ണുമ്പോൾ ഏതാണ്ട് ഒരു സഹസ്രാബ്ദത്തോളം സമീപസ്ഥമായി ആദാം ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ കാലയളവിൽ ഉണ്ടായിരിക്കുന്ന തന്റെ സന്തതി പരമ്പരകളുടെ വംശാവലികളെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരിക്കൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ, ദൈവവചനത്തിന്റെ ദൈവനിശ്വാസ്യത വിശ്വസിക്കുന്ന ഒരു വേദവിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ബിബ്ലിക്കൽ അക്കൗണ്ട് വിശ്വസിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം ദൈവമാണ് മോശയ്ക്ക് ആ കാര്യം വെളിപ്പെടുത്തി കൊടുത്തത്. മോശ 1100 BC 1100 കാലത്താണ് ഇസ്രായേലിനെ കൊണ്ട് മിസ്രൈമിൽ നിന്ന് മരുഭൂമി വഴിയായി കനാനിലേക്ക് വന്നത്. BC 4004 ആദാമിനെ സൃഷ്ടിക്കുന്നെങ്കിൽ ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ആ മോശ അവിടെ എഴുതുന്നത്. മോശയ്ക്ക് ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ രണ്ട് അഭിപ്രായങ്ങളാണ് വേദവിദ്യാർത്ഥികളുടെ ഉള്ളത്. ഒന്ന്, വാമൊഴിയായി പറഞ്ഞു വന്ന ചരിത്ര സത്യങ്ങളുണ്ടായിരുന്നു. ആ തലമുറയിൽ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ അടുത്ത തലമുറയിൽപ്പെട്ട ആളുകളോട് അവരുടെ തലമുറയിലെ കാര്യങ്ങൾ സംക്ഷിപ്തമായി ചരിത്രമായി പറയും. ആ തലമുറ അത് പിന്നെ വരുന്ന തലമുറയോട് പറയും. അങ്ങനെ തലമുറയായി വാമൊഴിയായി ഈ ചരിത്രം പാസ് ഓൺ ചെയ്തിരുന്നു. അത് മോശ വരെയും എത്തിയിട്ടുണ്ട്. മോശ യഹൂദനാണ്. അപ്പോൾ വാസ്തവത്തില് മോശ വരെയുള്ള തലമുറയിലുള്ള ആളുകൾക്കെല്ലാം അവരുടെ പൂർവ്വപിതാക്കന്മാരായിരിക്കുന്ന ആദാമുള്ള ആളുകളുടെ ചരിത്രത്തിന്റെ വാമൊഴിയായ രേഖ ഒരു പരിധി വരെ അറിയാം. അതില് ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റുകൂടാതെ രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് ദൈവനിശ്വസ്തത ആവശ്യമാണ്. അതായത് ദൈവം ആ കാര്യത്തെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ദൈവം ആ കാര്യത്തെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും മോശ അത് രേഖപ്പെടുത്തപ്പോൾ അത് ദൈവവചനമായി തീരുകയും ചെയ്തു. അതുകൊണ്ട് ആദാമിന് 930 വയസ്സുള്ളവനായിട്ടാണ് മരിച്ചത് എന്നുള്ളത് ഒരു നിലയിലും സംശയിക്കേണ്ട ഒരു വിഷയമല്ല. കൃത്യമായി വേദവസവും അങ്ങനെ തന്നെ പറയുന്നുണ്ട്.